എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പിന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കിയ വൻ കൃപകൾക്കായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ വിസ്താരത്തിനും ക്രൂശീകരണത്തിനും സാക്ഷി. യേശുവിനെ ഗത്സമനയിൽ വച്ച് ശത്രുക്കൾ പിടിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ പത്രോസും മറ്റൊരു ശിഷ്യനും മഹാപുരോഹിതന്റെ അരമന വരെ യേശുവിൻ്റെ പിന്നാലെ ചെന്നു. പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റി. മഹാപുരോഹിതന് പരിചയമുള്ള ഈ ശിഷ്യൻ ആരായിരുന്നു? അതും യോഹന്നാനായിരുന്നു. യോഹന്നാന്റെയും യാക്കോബിന്റെയും പിതാവായ സെബദി ഒരു മത്സ്യവ്യാപാരി കൂടിയായിരുന്നു. മഹാപുരോഹിതനും മറ്റും മത്സ്യം നൽകുന്നതും സെബദിയായിരുന്നു. യെരുശലേമിൽ സെബദിക്ക് ഒരു മത്സ്യക്കട ഉണ്ടായിരുന്നു. തന്മൂലം വ്യാപാരാടിസ്ഥാനത്തിൽ യോഹന്നാന് മതപുരോഹിതനെ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ അരമനയിൽ പ്രവേശിച്ചുവെന്ന് ഫ്രാൻസിസ്കൻ പാരമ്പര്യം പറയുന്നു. യേശുവിൻ്റെ വിസ്താര വിവരം നേരിട്ട് ഗ്രഹിച്ചത് യോഹന്നാനും പത്രോസും മാത്രമാണ്. പത്രോസിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി. യോഹന്നാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തി. അതാണ് നമുക്ക് ചരിത്രം നൽകുന്ന വ്യക്തമായ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വിസ്താരത്തിനും ക്രൂശീകരണത്തിനും സാക്ഷിയായിരുന്നത് നമ്മുടെ ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.